ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. ഇന്ന് നമ്മൾ രണ്ട് പുതിയ അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിളാണ് പരിചയപ്പെടാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് മെറ്റീരിയാലിറ്റി കൺസെപ്റ്റിനെ കുറിച്ചാണ്. മെറ്റീരിയാലിറ്റി അല്ലെങ്കിൽ മെറ്റീരിയൽ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇമ്പോർട്ടൻ്റ് എന്നാണ്, പ്രാധാന്യം. ഈ മെറ്റീരിയാലിറ്റി കൺസെപ്റ്റ് നമ്മളോട് പറയുന്നു അക്കൗണ്ടിങ് ഷുഡ് ഫോക്കസ് ഓൺ മെറ്റീരിയൽ ഫാക്ട്സ്. അക്കൗണ്ടിങ് പ്രാധാന്യമുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് ഈ പ്രിൻസിപ്പിൾ പറയും. ദാറ്റ് മീൻസ് അൺഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് ക്യാൻ ബി ഇഗ്നോർഡ്. അപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ, തീരെ അപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ഇഗ്നോർ ചെയ്യാം, ഒഴിവാക്കാം. സോ ദിസ് കൺസെപ്റ്റ് റിക്വയർസ് ദാറ്റ് അക്കൗണ്ടിങ് ഷുഡ് ഫോക്കസ് ഓൺ മെറ്റീരിയൽ ഫാക്ട്സ്. അക്കൗണ്ടിങ് എന്തിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്? ഓൺ മെറ്റീരിയൽ ഫാക്ട്സ്, പ്രാധാന്യമുള്ള കാര്യങ്ങളിൽ. ദാറ്റ് മീൻസ് അങ്ങനെ പറയുമ്പോൾ നമുക്ക് എന്തുകൂടി പറയാം? അൺഇമ്പോർട്ടൻറ്റ്, വളരെ തീരെ അപ്രധാനമായിട്ടുള്ള ഫാക്റ്റുകൾ, കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻ ബി ഇഗ്നോർഡ്, ഒഴിവാക്കുകയും ചെയ്യാം. അപ്പം എന്താണ് മെറ്റീരിയൽ ഫാക്ട്സ്, പ്രാധാന്യമുള്ള കാര്യങ്ങൾ? എന്താണ് അൺഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ ഇമ്മെറ്റീരിയൽ ഫാക്ട്സ്? എങ്ങനെയാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുക? അക്കൗണ്ടിങ്ങിൽ നമ്മൾ എന്താണ് റെക്കോർഡ് ചെയ്യുന്നത്? ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ അല്ലേ, സാമ്പത്തിക ഇടപാടുകൾ. അപ്പോൾ ഏത് സാമ്പത്തിക ഇടപാടുകൾക്കാണ് കൂടുതൽ പ്രാധാന്യം? വലിയ എമൗണ്ടിൻ്റെ ഇടപാടുകളാകുമ്പോൾ കൂടുതൽ പ്രാധാന്യമുള്ളതാണ് അല്ലേ. അതേസമയം ചെറിയ എമൗണ്ടിൻ്റെ ഇടപാടുകളാണെങ്കിലോ പ്രാധാന്യം കുറയുകയും ചെയ്യും. 1,00,000 രൂപയുടെ ഒരു ഇടപാട് അല്ലേ, 5 രൂപയുടെ വേറൊരു ഇടപാട്, ഏതിനാണ് കൂടുതൽ പ്രാധാന്യം? ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, 1,00,000 രൂപയുടേതാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഈ കൺസെപ്റ്റ് വ്യക്തമായിട്ട് നമ്മളോട് പറയാണ്, നിങ്ങൾ എവിടെയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്? മെറ്റീരിയൽ ഫാക്റ്റിൽ, പ്രധാന വിവരങ്ങളിലാണ്. വളരെ അപ്രധാനമായി തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒഴിവാക്കാം, ഇഗ്നോർ ചെയ്യാം. അപ്പോൾ മെറ്റീരിയാലിറ്റി കൺസെപ്റ്റ് പ്രാക്ടീസ് ചെയ്യുന്നതിന് ഒരു ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്, നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന ഒരു ഉദാഹരണം തന്നെയാണ് റൗണ്ടിങ് ഓഫ് ഡിജിറ്റ്സ് ഓർ റൗണ്ടിങ് ഓഫ് എമൗണ്ട്സ്. എമൗണ്ടുകൾ നമ്മൾ റൗണ്ട് ഓഫ് ചെയ്ത് റെക്കോർഡ് ചെയ്യാറുണ്ട്. നമ്മൾ 10 രൂപ 40 പൈസക്ക് ഒരു സാധനം മേടിച്ചിട്ട് അതിനെ 10 രൂപ മാത്രം റെക്കോർഡ് ചെയ്യാം, 40 പൈസ ഫ്രാക്ഷൻ ഒഴിവാക്കി. കാരണം എന്താ? 40 പൈസ വളരെ കുറഞ്ഞ മൂല്യമാണ് അല്ലേ. അത് റെക്കോർഡ് ചെയ്ത് നമ്മൾ സമയം കളയേണ്ട ആവശ്യമില്ല. നമ്മൾ എത്ര രൂപ മാത്രം റെക്കോർഡ് ചെയ്തു? 10 രൂപ മാത്രം. അതിനാണ് എന്ത് പറയാം? റൗണ്ട് ഓഫ് ചെയ്യുക എന്ന് പറയാം അല്ലേ. റൗണ്ട് ഓഫ് ചെയ്തിട്ട് 10 രൂപ രേഖപ്പെടുത്തി. അപ്പോൾ അങ്ങനെ റെക്കോർഡ് ചെയ്യുന്നത് മെറ്റീരിയാലിറ്റി കൺസെപ്റ്റ് അനുസരിച്ച് കാര്യം ചെയ്യുന്നതിനുള്ള ഒരു ഉദാഹരണമായിട്ട് നമുക്ക് പറയാം. ഓക്കെ, എന്താണ് റൗണ്ടിങ് ഓഫ് ഡിജിറ്റ്സ് ഓർ റൗണ്ടിങ് ഓഫ് എമൗണ്ട്സ്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട വേറൊരു ഉദാഹരണം കൂടിയുണ്ട് മെറ്റീരിയാലിറ്റി കൺസെപ്റ്റ് അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതിന്. അത് പർച്ചേസ് ഓഫ് സ്റ്റേഷനറി ഈസ് കൺസിഡേർഡ് ആസ് എക്സ്പെൻസ്. സ്റ്റേഷനറി വാങ്ങുന്ന സമയത്ത് അതിനെ എക്സ്പെൻസ് ആയിട്ട് കണക്കാക്കുന്നത് മെറ്റീരിയാലിറ്റി കൺസെപ്റ്റ് പ്രകാരമാണ്. സ്റ്റേഷനറി എന്താണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ. പെന്ന്, ബുക്ക്, പെൻസിൽ, നോട്ട്ബുക്ക്, രജിസ്റ്റർ പോലെയുള്ള ഐറ്റംസിനെ മൊത്തമായിട്ട് നമ്മൾ പറയുന്നതാണെന്ത്? സ്റ്റേഷനറി. ഈ സ്റ്റേഷനറി വിൽക്കാനായിട്ട് വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ ഗുഡ്സ് എന്നാണ് നമ്മൾ പറയുക അല്ലേ. ഇത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഫൈൻ. അപ്പോൾ സ്റ്റേഷനറി വിൽക്കുന്ന കടകളെ സംബന്ധിച്ചിടത്തോളം അവർ സ്റ്റേഷനറി വാങ്ങുമ്പോൾ അത് ഗുഡ്സാണ്. നമ്മൾ ആ കാര്യമല്ല പറയുന്നത് അല്ലേ. മറ്റുള്ള സ്ഥാപനങ്ങളും സ്റ്റേഷനറി വാങ്ങും. എന്തിനായിട്ട്? അവരുടെ ബിസിനസ്സിൽ ഉപയോഗിക്കാനായിട്ട്. പെന്ന് വേണം, പെൻസിൽ വേണം, പേപ്പർ വേണം, അക്കൗണ്ട്സ് ഒക്കെ എഴുതി വെക്കാനായിട്ട് രജിസ്റ്ററുകളൊക്കെ വേണം അല്ലേ. ഫൈൻ. ഇപ്പോൾ സാധാരണഗതിയിൽ നോക്കുമ്പോൾ സ്റ്റേഷനറി ഐറ്റംസ് എന്ന് പറയുന്നത് അസറ്റ് പോലെയാണ് അല്ലേ. വാല്യൂ കുറവാണെങ്കിലും വാല്യൂ ഉള്ള ഐറ്റംസ് ആണ്. അതുപോലെ തന്നെ ചില ഐറ്റംസ് എല്ലാം രജിസ്റ്ററൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ 2-3 വർഷമൊക്കെ ബിസിനസ്സിൽ ഉപയോഗിച്ചു എന്നും വരാം അല്ലേ. ഫൈൻ. അപ്പോൾ സാധാരണഗതിയിൽ നോക്കുമ്പോൾ ഒരു അസറ്റിനെ പോലെയുള്ള ഐറ്റമാണ്. പക്ഷേ നമ്മൾ ഇതിനെ അസറ്റായിട്ട് കണക്കാക്കാറില്ല. എന്തായിട്ടാണ് കണക്കാക്കുക? എക്സ്പെൻസ് ആയിട്ട് എഴുതി തള്ളുക ചെയ്യാറ്. എന്തുകൊണ്ടാണ്?
കാരണം ഇതിൻ്റെ വാല്യൂ കുറവാണ്. ഒരു 100 രൂപ, 150 രൂപ അല്ലെങ്കിൽ 200 രൂപയുടെയൊക്കെ സ്റ്റേഷനറി മേടിക്കുകയുള്ളൂ അല്ലേ. ആ 200 രൂപയുടെ മേടിച്ച സ്റ്റേഷനറിയെ നമ്മുടെ അസറ്റായിട്ട് കാണിച്ച് ആസ്തിയായിട്ട് കാണിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ സ്റ്റേഷനറി മേടിക്കുന്ന സമയത്ത് അതിൻ്റെ വാല്യൂ ചെറുതായതുകൊണ്ട് നമ്മൾ അതിനെ എക്സ്പെൻസ് ആയിട്ട് കാണിക്കുന്നു. ഏത് കൺസെപ്റ്റ് പ്രകാരം? മെറ്റീരിയാലിറ്റി കൺസെപ്റ്റ് പ്രകാരം. ഓക്കെ, ഫൈൻ. അപ്പോൾ മെറ്റീരിയാലിറ്റി കൺസെപ്റ്റ് നമ്മളോട് പറയുകയാണ്, അക്കൗണ്ടിങ് ചെയ്യുന്ന സമയത്ത് പ്രാധാന്യമുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക. അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, തീരെ അപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇഗ്നോർ ചെയ്യാമെന്ന് മെറ്റീരിയാലിറ്റി കൺസെപ്റ്റ് പറയുന്നു. അതിനുള്ള 2 പ്രധാന ഉദാഹരണങ്ങൾ: ഒന്ന്, സ്റ്റേഷനറി വാങ്ങുന്ന സമയത്ത് അതിനെ എന്തായിട്ട് കണക്കാക്കുക? എക്സ്പെൻസ് ആയിട്ട് കണക്കാക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എമൗണ്ട് റൗണ്ട് ഓഫ് ചെയ്തിട്ട് റെക്കോർഡ് ചെയ്യുന്നതും മെറ്റീരിയാലിറ്റി കൺസെപ്റ്റിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, ഫൈൻ. ഇന്നിനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത് മാച്ചിങ് കൺസെപ്റ്റാണ്. എന്താണ് മാച്ച് എന്ന പദത്തിൻ്റെ അർത്ഥം? ഒത്തുനോക്കുക അല്ലേ, കമ്പയർ ചെയ്യുക. അപ്പോൾ മാച്ചിങ് കൺസെപ്റ്റ് നമ്മളോട് ഒത്തുനോക്കാൻ പറയുന്നു, കമ്പയർ ചെയ്യാൻ പറയുന്നു. എന്ത് തമ്മിൽ? എക്സ്പെൻസുകളും റവന്യൂവും തമ്മിൽ കമ്പയർ ചെയ്യാൻ മാച്ചിങ് കൺസെപ്റ്റ് ആവശ്യപ്പെടും, അല്ലെങ്കിൽ ഒത്തുനോക്കാൻ, മാച്ച് ചെയ്യാൻ ആവശ്യപ്പെടുക. സോ ദിസ് കൺസെപ്റ്റ് states that expenses incurred in an accounting period should be matched with revenues during that period. ഒരു അക്കൗണ്ടിങ് പീരീഡിൽ ഇൻഗേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ള എക്സ്പെൻസുകളെ അതേ അക്കൗണ്ടിങ് പീരീഡിലെ റവന്യൂസുമായിട്ട് മാച്ച് ചെയ്യണം, ഒത്തുനോക്കണം, കമ്പയർ ചെയ്യണമെന്ന് മാച്ചിങ് കൺസെപ്റ്റ് പറയുന്നു. ഇങ്ങനെ മാച്ച് ചെയ്യണതിൻ്റെ ഉദ്ദേശം എന്തായിരിക്കും? അപ്പോൾ എക്സ്പെൻസും റവന്യൂവും തമ്മിൽ നമ്മൾ ഒത്തുനോക്കിയാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? ലാഭമാണോ നഷ്ടമാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ. അങ്ങനെ ഒത്തുനോക്കുന്ന സമയത്ത് റവന്യൂ ആണ് കൂടുതൽ, വരുമാനമാണ് കൂടുതലെങ്കിൽ നമുക്ക് ലാഭമായിരിക്കും. അതേസമയം എക്സ്പെൻസുകൾ, ചെലവുകളാണ് കൂടുതലെങ്കിലോ നമുക്ക് നഷ്ടമായിരിക്കും അല്ലേ. ഇങ്ങനെ ഒത്തുനോക്കൽ എപ്പോഴാണ്? പ്രാക്ടിക്കലായിട്ട് നമ്മൾ വർഷാവസാനം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് തയ്യാറാക്കും അല്ലേ. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. അതിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ലാഭവും നഷ്ടവും കാണാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ഓക്കെ, അപ്പം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കിയിട്ടാണ് എന്ത് കാണുക? ലാഭവും നഷ്ടവും ഇങ്ങനെ കണ്ടെത്തുക. എങ്ങനെ കണ്ടെത്തുക? ലാഭവും നഷ്ടവും കണ്ടെത്താനായിട്ട് നമ്മൾ എക്സ്പെൻസുകളും റവന്യൂസും നമ്മൾ മാച്ച് ചെയ്തിട്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലൂടെ മാച്ച് ചെയ്തിട്ട് നമ്മൾ ലാഭവും നഷ്ടവും കണ്ടെത്തുന്നു. ഓക്കെ, ഫൈൻ. ഈ സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ വളരെ സിമ്പിളാണ് അല്ലേ. ഒരു അക്കൗണ്ടിങ് പീരീഡിലെ എക്സ്പെൻസിനെ അതേ അക്കൗണ്ടിങ് പീരീഡിലെ റവന്യൂമായിട്ട് കമ്പയർ ചെയ്യുക എന്ന് പറയുമ്പോൾ വെരി സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റ്. പക്ഷെ അതിൽ ഒരുപാട് അർത്ഥ തലങ്ങളുണ്ട്. ഇവിടെ വ്യക്തമായിട്ട് പറയുന്നു, ഒരു അക്കൗണ്ടിങ് പീരീഡിലെ, സപ്പോസ് 2020 എന്ന് പറയുന്ന ഒരു വർഷം എടുക്കുകയാണെങ്കിൽ ആ അക്കൗണ്ടിങ് പീരീഡിലെ എക്സ്പെൻസിനെ അതേ അക്കൗണ്ടിങ് പീരീഡിലെ റവന്യൂമായിട്ട് വേണം കമ്പയർ ചെയ്യാൻ അല്ലേ. അല്ലാതെ 2020 എക്സ്പെൻസും 2019 റവന്യൂവും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഫൈൻ, അത് ഒരു കാര്യം. ഇനി അങ്ങനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് 2020 എക്സ്പെൻസും റവന്യൂവും തമ്മിൽ ആണ് കമ്പയർ ചെയ്യുന്നത് വിചാരിക്കാം. അപ്പോൾ 2020 എല്ലാ എക്സ്പെൻസും നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കണം. ഫൈൻ. അതേപോലെ തന്നെ 2020 എല്ലാ റവന്യൂവും നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കണം. അതേപോലെ നമ്മുടെ ബുക്സിൽ ഏതെങ്കിലും എക്സ്പെൻസ് ഈ വർഷത്തേതല്ലായിട്ട് അവിടെ കിടപ്പുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അടുത്ത വർഷത്തെ ഏതെങ്കിലും എക്സ്പെൻസുകൾ നമ്മൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഒഴിവാക്കുകയും വേണം അല്ലേ. ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് ആ വർഷത്തെ യഥാർത്ഥ എക്സ്പെൻസും ആ വർഷത്തെ യഥാർത്ഥ റവന്യൂവും കണ്ടെത്താൻ പറ്റുള്ളൂ അല്ലേ. സോ അപ്പോൾ അതിനായിട്ട് നമുക്ക് ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യേണ്ടി വരും അല്ലേ. എന്തൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് ചെയ്യേണ്ടി വരിക? ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസുകൾ, പ്രീപെയ്ഡ് എക്സ്പെൻസസ്, ഇതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. എന്താ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറയാം? ചില എക്സ്പെൻസുകൾ കൊടുക്കാൻ ബാക്കിയുണ്ടാവും. കൊടുക്കാത്തത് കൊണ്ട് തന്നെ അത് ചിലപ്പോൾ കണക്കിൽ വന്നിട്ടുണ്ടാവില്ല. ഉദാഹരണമായിട്ട് പറയുകയാണ്, നമ്മൾ വാടക
ബിൽഡിങ്ങിലാണ് ബിസിനസ് നടത്തുന്നത്. അപ്പോൾ നമ്മൾ നവംബർ വരെയുള്ള വാടക കൊടുത്തു, ജനുവരി മുതൽ നവംബർ വരെയുള്ള വാടക കൊടുത്തു. പക്ഷേ ഡിസംബറിലെ വാടക കൊടുത്തിട്ടില്ല, ബാക്കിയാണ്. അങ്ങനെ ആ വർഷം അവസാനിച്ചു. നമ്മൾ കണക്ക് ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബുക്കിൽ 11 മാസത്തെ വാടക കൊടുത്തായിട്ട് മാത്രമേ കാണിക്കുള്ളൂ. കാരണം ഡിസംബറിലെ വാടക കൊടുത്തിട്ടില്ലല്ലോ, അല്ലേ? പക്ഷേ കൊടുക്കേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്, ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. അതിനെയാണ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയാം, കൊടുക്കാൻ ബാക്കിയുള്ള വാടക, എക്സ്പെൻസ്. അപ്പോൾ നമ്മൾ കണക്ക് കൂട്ടുന്ന സമയത്ത് വാടക 11 മാസത്തെ മാത്രം കാണിച്ചാൽ മതിയോ? അപ്പോൾ കണക്ക് ശരിയാവോ? ഇല്ല. ഈ കൊടുക്കാൻ ബാക്കിയുള്ള ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള റെൻറ്റ്, വാടക കൂടി നമ്മൾ എന്ത് ചെയ്യണം? എക്സ്പെൻസിനോട് കൂടി ആഡ് ചെയ്യണം. നമ്മളതിനെ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുക എന്ന് പറയും. ആവശ്യമുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ചിലപ്പോൾ നേരെ ഓപ്പോസിറ്റ് സാഹചര്യം ആവട്ടെ, ക്യാഷ് നല്ല കൂടുതലുള്ള ബിസിനസ് സ്ഥാപനമാണെങ്കിൽ ചിലപ്പോൾ ഡിസംബറിൽ അടുത്ത 2 മാസത്തെ വാടകയും കൂടി അഡ്വാൻസ് ആയിട്ടൊന്ന് കൊടുത്തു വരും. 11 മാസം കൊടുത്തു, പിന്നെ ഡിസംബർ ആയപ്പോൾ ജനുവരിയിലും ഫെബ്രുവരിയിലും കൂടി കൊടുത്തു, അഡ്വാൻസ് ആയിട്ട് കൊടുത്തു. അപ്പോൾ കണക്കിൽ 14 മാസത്തെ വാടക കാണിക്കും, അല്ലേ? അതും ശരിയാണോ? ശരിക്കും 12 മാസത്തല്ലേ വരാൻ പാടുള്ളൂ ആ വർഷത്തെ, അല്ലേ? അപ്പോൾ കൂടുതലുള്ള 2 മാസം നമ്മൾ എന്ത് ചെയ്യണം? അതിൽ നിന്ന് ഒഴിവാക്കണം. അങ്ങനെ അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്നതിനാണ് പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറയാം. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസുകൾ ഉണ്ടെങ്കിൽ, കൊടുക്കാൻ ബാക്കിയുള്ള എക്സ്പെൻസുകൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ ആ വർഷത്തെ എക്സ്പെൻസിനോട് കൂടി ആഡ് ചെയ്യുകയും വേണം. അതേപോലെ തന്നെ വല്ല എക്സ്പെൻസുകളും അഡ്വാൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറയും, അല്ലേ? അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും വേണം? കുറക്കുകയൊക്കെ വേണം, അല്ലേ? ഇതെല്ലാം നിങ്ങൾ വിശദമായിട്ട് പിന്നീട് പഠിക്കും കേട്ടോ. ഇപ്പോൾ നിങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നിങ്ങൾ കൺസെപ്റ്റ് എന്താണെന്ന് മാത്രം മനസ്സിലാക്കുക. ഓക്കെ, ഇപ്പോൾ ഞാൻ ഈ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസിനെയും പ്രീപെയ്ഡ് എക്സ്പെൻസിനെ കുറിച്ചൊക്കെ പറഞ്ഞത് ഇതെല്ലാം മാച്ചിങ് കൺസെപ്റ്റിന് ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഇതൊക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇത്തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ആ വർഷത്തെ എക്സ്പെൻസും ആ വർഷത്തെ റവന്യൂവും കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്, അല്ലേ? ഫൈൻ. അങ്ങനെ കണ്ടെത്തുന്നത് എന്തിനാണ്? കാരണം മാച്ചിങ് കൺസെപ്റ്റ് നമ്മളോട് പറയുന്നു, ഒരു അക്കൗണ്ടിങ് പീരീഡിലെ എക്സ്പെൻസിനെ അതേ അക്കൗണ്ടിങ് പീരീഡിലെ റവന്യൂമായിട്ട് കമ്പയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ഫൈൻ. അപ്പോൾ ഒരു വർഷത്തെ മൊത്തം എക്സ്പെൻസ് കണ്ടെത്താനായിട്ടും ഒരു വർഷത്തെ മൊത്തം റവന്യൂ കണ്ടെത്താനായിട്ടും നമുക്ക് പലതരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യേണ്ടി വരും. ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യേണ്ടി വരും, പ്രീപെയ്ഡ് ഉണ്ടെങ്കിൽ ലെസ് ചെയ്യേണ്ടി വരും, അല്ലേ? ഫൈൻ. അതൊക്കെ ചെയ്യുന്നത് മാച്ചിങ് കൺസെപ്റ്റ് പ്രകാരം എക്സ്പെൻസും റവന്യൂവും ഒത്തു നോക്കാൻ വേണ്ടിയാണെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഫൈൻ. അപ്പോൾ നിങ്ങളിന്ന് 2 കൺസെപ്റ്റുകൾ മാത്രമാണ് പഠിച്ചത്. ആദ്യം പഠിച്ചത് മെറ്റീരിയാലിറ്റി കൺസെപ്റ്റാണ്. ആ മെറ്റീരിയാലിറ്റി കൺസെപ്റ്റ് നമ്മളോട് പറയുകയാണ്, പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുക, അപ്രധാനമായിട്ട് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഗ്നോർ ചെയ്യാമെന്നും പറയുകയാണ്, അല്ലേ? അപ്പോൾ അതിന് ഉദാഹരണമായിട്ട് നമ്മൾ 2 കാര്യങ്ങൾ പറഞ്ഞു. സ്റ്റേഷനറി പർച്ചേസ് ചെയ്യുന്ന സമയത്ത്, വാങ്ങുന്ന സമയത്ത് അത് വളരെ വില കുറഞ്ഞ അപ്രധാനമായിട്ടുള്ള ഐറ്റം ആയതുകൊണ്ട് അതിനെ അസറ്റായിട്ട് കണക്കാക്കാതെ നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നു? എക്സ്പെൻസ് ആയിട്ട് കണക്കാക്കുന്നു. അതേപോലെ തന്നെ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എമൗണ്ടുകൾ റൗണ്ട് ഓഫ് ചെയ്തിട്ട് ഫ്രാക്ഷൻ ഒഴിവാക്കിയിട്ട് റെക്കോർഡ് ചെയ്യുന്നതും മെറ്റീരിയാലിറ്റി കൺസെപ്റ്റിന് ഉദാഹരണമാണെന്ന് നമുക്ക് പറയാം. ഓക്കെ, പിന്നീട് രണ്ടാമതായിട്ട് നമ്മൾ പഠിച്ചത് മാച്ചിങ് കൺസെപ്റ്റാണ്. മാച്ചിങ് കൺസെപ്റ്റ് നമ്മളോട് പറയുന്നു, ഒരു വർഷത്തെ എക്സ്പെൻസിനെ അതേ വർഷത്തെ റവന്യൂമായിട്ട് കമ്പയർ ചെയ്യണം. അങ്ങനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ലാഭം അല്ലെങ്കിൽ നഷ്ടം എത്രയാണെന്ന് കണ്ടെത്താൻ പറ്റുന്നു എന്ന് കൂടി മാച്ചിങ് കൺസെപ്റ്റ് പറയുന്നു. അപ്പോൾ അതേ വർഷത്തെ എക്സ്പെൻസും ഒരു വർഷത്തെ മുഴുവൻ എക്സ്പെൻസും ഒരു വർഷത്തെ മുഴുവൻ റവന്യൂവും കണ്ടെത്താനായിട്ട് നിങ്ങൾക്ക് എക്സ്പെൻസിലും റവന്യൂയിലെല്ലാം ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തേണ്ടി വരും. അങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ നടത്തുന്നത് മാച്ചിങ് കൺസെപ്റ്റ് പ്രകാരമാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഫൈൻ. ഇനി നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങൾ എന്താണെന്ന് കാണാം, അല്ലേ? പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്. 2 ചോദ്യങ്ങൾ മാത്രമേ ഇന്ന് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അതിൽ ആദ്യത്തേത്, എ ബിസിനസ് ഫേം പർച്ചേസ്ഡ് സ്റ്റേഷനറി വർത്ത് ₹150 ഫോർ ഓഫീസ് യൂസ്. ഒരു ബിസിനസ് സ്ഥാപനം സ്റ്റേഷനറി പർച്ചേസ് ചെയ്തു 150 രൂപയ്ക്ക്. എന്തിനു വേണ്ടി? ബിസിനസ്സിലെ ഉപയോഗത്തിനായിട്ട്. അക്കൗണ്ടൻറ്റ് റെക്കോർഡഡ് ദ എമൗണ്ട് ആസ് എക്സ്പെൻസ്. ആ ബിസിനസ് സ്ഥാപനത്തിലെ അക്കൗണ്ടൻറ്റ് ഈ എമൗണ്ട് എന്തായിട്ട് രേഖപ്പെടുത്തി? എക്സ്പെൻസ് ആയിട്ട് രേഖപ്പെടുത്തി. സ്റ്റേഷനറി മേടിച്ചാണ്, അല്ലേ? ഓക്കെ, ഡു യു അഗ്രി വിത്ത് ഇറ്റ്? നിങ്ങളത് ശരിയാണെന്ന് കരുതുന്നുണ്ടോ? അഗ്രീഡ് ആണെങ്കിൽ അഗ്രീഡ് എന്ന് എഴുതാം, ഐ അഗ്രി എന്ന് എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ലെങ്കിൽ ഡിസഗ്രി എന്ന് എഴുതാം. എഴുതിയാൽ മാത്രം പോരാ, അതിനുള്ള കാരണം പറയും വേണം, അല്ലേ?
കാരണമായിട്ട് എന്താ പറയാം, ഈ പ്രിൻസിപ്പിൾ അങ്ങനെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് പറയാവുന്നതാണ് അല്ലേ. ഓക്കെ. അല്ലെങ്കിൽ ഈ പ്രിൻസിപ്പിൾ പ്രകാരം അപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കാമെന്ന്, അല്ലെങ്കിൽ വാല്യൂ കുറഞ്ഞ കാര്യങ്ങൾ ഒഴിവാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, ഫൈൻ. രണ്ടാമത്തെ ചോദ്യം, ഐഡൻറ്റിഫൈ ദ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ റെലവൻറ്റ് ടു ദ ഫോളോയിങ് ഇക്വേഷൻ. താഴെ കൊടുക്കുന്ന അക്കൗണ്ടിങ് ഇക്വേഷനുമായി ബന്ധപ്പെട്ട അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ഏതാണെന്ന് പറയാം. താഴെ കൊടുത്തിരിക്കുന്ന ഇക്വേഷനുമായി ബന്ധപ്പെട്ട്, താഴെ ഒരു ഫോർമുല കൊടുത്തിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട ഒരു അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ഉണ്ട്, അതെന്താണെന്ന് പറയാം അല്ലേ. എന്താണ് ഇക്വേഷൻ നോക്കൂ. പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു റവന്യൂ മൈനസ് എക്സ്പെൻസ്. ലാഭം എന്ന് പറയുന്നത് റവന്യൂ എന്ന്, വരുമാനത്തിൽ നിന്ന് എക്സ്പെൻസ് കുറച്ചതാണ് എന്നാണ് ആ ഇക്വേഷൻ. അപ്പോൾ ആ ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രിൻസിപ്പിൾ ഏതാണെന്ന് നിങ്ങളോട് കണ്ടെത്താനാണ് ആവശ്യപ്പെട്ടുള്ളത്. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയിട്ട് തിങ്കളാഴ്ച തന്നെ സബ്മിറ്റ് ചെയ്യാം. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് ടൈം ടു സേ ഗുഡ് ബൈ. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.